ട്രീസ് മരങ്ങൾ അഥവാ വൃക്ഷങ്ങൾ. ഇതൊരു മാവാണ്. മാമരം നമുക്ക് മാങ്ങ തരുന്നു. ഇതൊരു തെങ്ങാണ്. തെങ്ങ് നമുക്ക് തേങ്ങ അഥവാ നാളികേരം തരുന്നു. ഇതൊരു കരിമ്പനയാണ്. ഇത് നമുക്ക് കരിമ്പന തേങ്ങ പനനൊങ്ക് തരുന്നു. ഇതൊരു ഈന്തപ്പനയാണ്. ഇത് നമുക്ക് ഈന്തപ്പഴം തരുന്നു. ഇതൊരു ആൽമരമാണ്. ഇതിന്റെ ശാഖകളിൽ നിന്നും വേരുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായി കാണാം. ഇതൊരു പപ്പായ മരമാണ്. ഇത് നമുക്ക് പപ്പായ പഴം തരുന്നു. ഇതൊരു ബോ മരമാണ്. ഇത് വേപ്പ് മരമാണ്. വേപ്പെണ്ണ ഉണ്ടാക്കാനുള്ള വേപ്പിൻ കുരുക്കൾ ഈ മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇതാണ് പ്ലാവ്. പ്ലാവിന്മേലാണ് ചക്കയുണ്ടാകുന്നത്. ഇതൊരു ഓറഞ്ച് മരമാണ്. ഈ മരത്തിലാണ് ഓറഞ്ച് ഉണ്ടാകുന്നത്. ഇതൊരു അക്കേഷ്യ മരമാണ് അഥവാ വേലമരം. ഇതിന് സ്പൈൻസ് ഉണ്ട്. ഇതൊരു ആപ്പിൾ മരമാണ്. ഈ മരത്തിലാണ് ആപ്പിൾ ഉണ്ടാകുന്നത്. ഇതൊരു പേരമരമാണ്. ഈ മരത്തിലാണ് പേരയ്ക്ക ഉണ്ടാകുന്നത്. ഇതൊരു നാരങ്ങ മരമാണ്. ഈ മരത്തിലാണ് ചെറുനാരങ്ങ ഉണ്ടാകുന്നത്. ഫ്രൂട്ട്സ് ഫലങ്ങൾ. ഇത് ഒരു മാമ്പഴമാണ്. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഫലങ്ങളിൽ ഒന്നാണ് മാമ്പഴം. മാങ്ങ ഉണ്ടാകുന്ന മരത്തിന്റെ പേര് മാവ് എന്നാണ്. മാമ്പഴത്തിന് മഞ്ഞ നിറമാണ്. ചക്ക. ചക്ക ഒരു വലിയ ഫലമാണ്. കാഴ്ചയ്ക്ക് മുള്ളുകൾ നിറഞ്ഞതുപോലെ തോന്നുമെങ്കിലും അത് വെട്ടിത്തുണ്ടാക്കിയാൽ വളരെ രുചികരമായ ഫലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പേരയ്ക്ക. ഇതാണ് പേരയ്ക്ക അഥവാ കൊയ്യാപ്പഴം. ഇത് പേരവൃക്ഷത്തിലാണ് ഉണ്ടാകുന്നത്. ധാരാളം വിറ്റമിനുകളുള്ള പേരയ്ക്കയ്ക്ക് നല്ല രുചിയാണ്. ഇതൊരു പപ്പായ പഴമാണ്. ഇത് പപ്പായ മരത്തിലാണ് ഉണ്ടാകുന്നത്. പപ്പായ നല്ല സ്വാദുള്ള പഴമാണ്. ഇത് ആപ്പിൾ. ആപ്പിൾ ആരോഗ്യത്തിന് നല്ലതാണ്. ആപ്പിൾ മരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതൊരു മാതള നാരങ്ങയാണ്. ഇത് മാതള മരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതൊരു മധുരമുള്ള ഫലമാണ്. ഇത് ലിച്ചി പഴമാണ്. ഇത് തണ്ണീർമത്തനാണ്. ഇവ നേന്ത്രപ്പഴമാണ്. ഇത് കൈതച്ചക്ക. ഇതാണ് സീതാപ്പഴം അഥവാ ആത്തച്ചക്ക. ഇത് ആത്തച്ചക്ക മരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതിനുള്ളിൽ കുരുക്കൾ കാണാൻ സാധിക്കും. ഇതാണ് സപ്പോട്ട പ്ലം. ഇതിന് സപ്പോട്ട എന്നും ഒരു പേരുണ്ട്. ഇതിന് നല്ല മധുരമാണ്. ഇത് ഒരു പ്ലം ആണ്. ഇത് പ്ലം മരത്തിലാണ് ഉണ്ടാകുന്നത്. ഇതാണ് സ്ട്രോബെറി. ഇതിന് നല്ല രുചിയാണ്. ഇതാണ് ചെറി. ചെറി രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുണ്ട്. കറുപ്പ് നിറത്തിലും ചുവപ്പ് നിറത്തിലും. ഇതാണ് മധുര നാരങ്ങ. ഇതാണ് സബർജെല്ലി. വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ. ഇതാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിന്റെ നിറം പിങ്ക് ആണ്. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതാണ് പടവലങ്ങ. പടവലങ്ങ നീണ്ടു മെലിഞ്ഞിരിക്കും. ഇതാണ് പാവയ്ക്ക അഥവാ കൈപ്പയ്ക്ക. കയ്പാണെങ്കിലും ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. ഇതൊരു മത്തങ്ങയാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പച്ചക്കറി ഇനം. ഇതാ കുറേ മുളകുകൾ. ഇതിന്റെ നിറം പച്ചയാണെങ്കിലും മൂത്തു പാകമാകുമ്പോൾ നിറം ചുവപ്പായി മാറുന്നു. ഇതാണ് വെണ്ടയ്ക്കായ. വെണ്ടയ്ക്കായുടെ നിറം പച്ചയാണ്. വെണ്ടയ്ക്ക തിന്നാൻ നല്ല സ്വാദുള്ളതാണ്. ഇതാണ് ക്യാരറ്റ്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ക്യാരറ്റ് കണ്ണുകൾക്ക് ആരോഗ്യം നൽകുന്നു. ഇതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് കാപ്സിക്കം അഥവാ കപ്പൽ മുളക്. ഇത് മുളകുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇത് മുളകിനേക്കാൾ
വളരെ വലിയതാണ്. ഇതാണ് തക്കാളി. തക്കാളിയുടെ നിറം ചുവപ്പാണ്. തക്കാളിക്ക് നല്ല രുചിയാണ്. ഇതാണ് കാബേജ്. ഇത് കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. ഇത് ഉള്ളിയാണ്. ഇത് മണ്ണിനടിയിലാണ് വളരുന്നത്. ഇതാണ് ഇഞ്ചി. ഇതും മണ്ണിനടിയിൽ വളരുന്ന ഇനമാണ്. ഇതാണ് കൂൺ അഥവാ മഷ്റൂം. ഇതൊരു ഫംഗസ് ആണ്. ചില കൂണുകൾ ഭക്ഷ്യയോഗ്യമാണ്. ഇത് സാധാരണയായി വയലുകളിലും വനങ്ങളിലുമൊക്കെയാണ് കാണാറുള്ളത്. ഇതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ നിറം വെള്ളയാണ്. ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള പാട്ടാണ് ഇത്. 1, 2, 3 തുടങ്ങിക്കോളൂ. 2 കൊച്ചു കൈകൾ തട്ടി തട്ടി കളിക്കാൻ, 2 കൊച്ചു കാലുകൾ തട്ടി തട്ടി നടക്കാൻ, 2 കൊച്ചു കണ്ണുകൾ നന്നായി തുറന്ന് പിടിക്കാൻ, 1 കൊച്ചു തലയോ 2 വശവും ചായ്ക്കാൻ. ഇത് നന്നായിരുന്നു അല്ലേ? നിങ്ങളുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? പാർട്സ് ഓഫ് ദ ബോഡി, ശരീരഭാഗങ്ങൾ. ഇതാണ് തല. ഇത് കഴുത്ത്. ഇത് ഒരു കൈയാണ്. ഇത് ഒരു കൈപ്പത്തിയാണ്. ഇതാണ് നെഞ്ച്. ഇത് അടിവയറ്. ഇതാണ് കാൽ. തലയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് തലമുടി. അത് തുടർച്ചയായി വളരുന്നു. ഇവയാണ് കണ്ണുകൾ. ഇവയാണ് പുരികങ്ങൾ. ഇതാണ് മൂക്ക്. മൂക്കിന്റെ 2 ദ്വാരങ്ങളെ നാസാരന്ധ്രങ്ങൾ എന്ന് പറയും. ഇവയാണ് ചുണ്ടുകൾ. ഇതാണ് വായ. ഇത് താടി. വായയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ തൊണ്ടയും നാക്കും കുറെ പല്ലുകളും മോണയുമുണ്ട്. കൈ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് കൈമുട്ട്, മണിബന്ധം, കൈപ്പത്തി. ഇത് വിരൽമുട്ടും വിരലുകളും. വിരലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോന്നിനും വ്യത്യസ്തമായ നീളമാണ്. ഓരോ വിരലിന്റെ അഗ്രഭാഗത്തുമുള്ള നഖങ്ങൾ കണ്ടില്ലേ? ഇത് തുടർച്ചയായി വളർന്നുകൊണ്ടേയിരിക്കും. കാലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിന് തുടയുണ്ട്, കാൽമുട്ടുണ്ട്, കണങ്കാലുണ്ട്, പാദവും വിരലുകളുമുണ്ട്. കാൽവിരലുകളിൽ നഖങ്ങളുണ്ട്. അവയെ കാൽനഖങ്ങൾ എന്ന് വിളിക്കും. കൈകാൽ വിരലുകളെ നഖങ്ങൾ പതിവായി മുറിച്ചു കളഞ്ഞ് വിരലുകൾ വൃത്തിയായി സൂക്ഷിക്കണം. നിനക്കറിയാമോ, എന്റെ മുത്തശ്ശൻ പറഞ്ഞു, അദ്ദേഹം കൊച്ചായിരുന്നപ്പോ അവിടെ കമ്പ്യൂട്ടർ ഇല്ല, ടെലിവിഷൻ ഇല്ല, കാൽക്കുലേറ്റർ ഇല്ല, ഒന്നുമില്ലായിരുന്നു. എന്റെ മുത്തശ്ശിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അതിശയമായിരിക്കുന്നു. ഇനി നാം ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കണ്ടോളൂ. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് പാർട്സ്. കമ്പ്യൂട്ടറും അതിന്റെ ഭാഗങ്ങളും. ഇത് ഒരു കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുവാനും നമുക്കാവശ്യമായ വിവരങ്ങൾ അന്വേഷിക്കുവാനും പല കാര്യങ്ങൾ പഠിക്കുവാനും വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനും അതുപോലെ പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുന്നു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് മോണിറ്റർ. ഇതാണ് സ്ക്രീനിൽ ചിത്രങ്ങളെ കാണിക്കുന്നത്. ഇതാണ് കീബോർഡ്. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുവാൻ കീബോർഡ് സഹായിക്കുന്നു. ഇതാണ് മൗസ്. സ്ക്രീനിൽ കാണുന്ന ബട്ടണുകളെ ക്ലിക്ക് ചെയ്യാനാണ് മൗസ് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്കാനർ. ചിത്രങ്ങളെ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെക്കാനാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രിന്റർ. കമ്പ്യൂട്ടറിലുള്ള അക്ഷരങ്ങളും ചിത്രങ്ങളുമൊക്കെ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്നത് പ്രിന്ററാണ്. ഇതാണ് സ്പീക്കർ. ഇവിടെ 2 സ്പീക്കറുകൾ നമുക്ക് കാണാം. ശബ്ദം കേൾക്കുവാനാണ് സ്പീക്കർ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിലുള്ള പാട്ടുകൾ സ്പീക്കർ വഴി കേൾക്കാനാകും. ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്.
വിവരങ്ങൾ ശേഖരിച്ചു വെക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് കോമ്പാക്ട് ഡിസ്ക് അഥവാ CD. ഇതും വിവരങ്ങൾ ശേഖരിച്ചു വെക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ടെക്നോളജി, സാങ്കേതികത. കൂട്ടുകാരെ, ഇനി നമുക്കിപ്പോൾ ഉപയോഗത്തിലുള്ള ചില ആധുനിക സാങ്കേതിക ഉപകരണങ്ങളെ പരിചയപ്പെടാം. ഇതാണ് കാൽക്കുലേറ്റർ. ഇതാണ് ടെലിഫോൺ. ഇത് ഒരു മൊബൈൽ ഫോണാണ്. ഇത് ഒരു കമ്പ്യൂട്ടറാണ്. ഇത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. ഇത് ഒരു വീഡിയോ ക്യാമറയാണ്. ഇത് ഒരു ക്യാമറയാണ്. ഇതാണ് ഡിഷ് ആന്റിന. ഇത് ഇയർഫോണുകളാണ്. ഇത് ഒരു വീഡിയോ ഫോണാണ്. ഇതാണ് കൃത്രിമ ഉപഗ്രഹം അഥവാ സാറ്റലൈറ്റ്. ഇത് ഒരു റിമോട്ട് കൺട്രോൾ ആണ്. ഇത് ഒരു കീബോർഡ്. ഇത് സംഗീതോപകരണമാണ്. ഇത് ബോങ്കോസ്. ഇത് കേട്ട് നോക്കൂ. ഇതാണ് മറാക്കാസ്. ഇതാ വേറെയും ചില ഉപകരണങ്ങൾ. നമുക്ക് ഇനിയും കൂടുതൽ കാണാം. മ്യൂസിക് വേൾഡ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, സംഗീത ലോകവും സംഗീതോപകരണങ്ങളും. ഇത് ഒരു കോങ്ക ഡ്രം ആണ്. ഇത് ഒരു പിയാനോ ആണ്. ഇത് ടാംബുറിൻ. ഇത് ഗിത്താർ. ഇതൊരു വീണയാണ്. ഇതൊരു സിത്താറാണ്. ഇത് ഓടക്കുഴൽ. ഇത് ഹാർമോണിയമാണ്. ഇതാണ് വയലിൻ. ഇതിന്റെ പേരാണ് ഇലത്താളം. ഇതിന്റെ പേര് ഹാർപ്പ്. ഇതാണ് സാക്സോഫോൺ. ഇതാണ് പാമ്പാട്ടിയുടെ മകുടി. ഇതൊരു അക്കോർഡിയനാണ്. ഇതൊരു മൗത്ത് ഓർഗനാണ്. ഇതാണ് മൃദംഗം. ഇത് നാദസ്വരം. ഇവയെ മറാക്ക എന്ന് വിളിക്കുന്നു. ഇതാണ് ബാഗ് പൈപ്പ്. ഇത് ഷെണായ്. ഇതാണ് മാൻഡോലിൻ. കണ്ടു, നമ്മൾ ഇന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ ധാരാളം അറിയാൻ കാണൂ നമ്മുടെ പെബിൾസ്. നിറങ്ങൾ. ഇത് മഞ്ഞ നിറമാണ്. ഈ സൂര്യകാന്തി പൂവിന്റെ നിറം മഞ്ഞയാണ്. ഇതാണ് ഓറഞ്ച് നിറം. ഓറഞ്ച് പഴത്തിന്റെ നിറമാണിത്. ഇതാണ് നീല നിറം. ഈ പൂവിന്റെ നിറം നീലയാണ്. ഇതാണ് പച്ച നിറം. ഇലകളുടെ നിറം പച്ചയാണ്. ഇതാണ് ചുവപ്പ് നിറം. ഇതൊരു ചുവന്ന റോസാപ്പൂവാണ്. ഇതാണ് മജന്ത നിറം. ഈ പൂവിന്റെ നിറം മജന്തയാണ്. ഇതാണ് കറുപ്പ് നിറം. മുടിയുടെ നിറം കറുപ്പാണ്. ഇതാണ് പർപ്പിൾ നിറം. ഈ വഴുതനങ്ങയുടെ നിറം പർപ്പിളാണ്. ഇതാണ് വെള്ള നിറം. പാലിന്റെ നിറം വെള്ളയാണ്. ഇതാണ് ബ്രൗൺ നിറം. ഈ നായക്കുട്ടി ബ്രൗൺ നിറത്തിലുള്ളതാണ്. ഇതാണ് ഗ്രേ. ചാരനിറമുള്ളതാണ് ഗ്രേ. നീ എന്താ
ചെയ്യുന്നത്? ഞാനൊരു പക്ഷിയാണ്. എന്ത് പക്ഷിയാണെന്ന് കണ്ടുപിടിക്കൂ. എനിക്ക് പറക്കാൻ കഴിയില്ല, പക്ഷെ നന്നായി നീന്താൻ കഴിയും. പെൻഗ്വിൻ. ശരി, അപ്പോൾ ഈ പക്ഷിയോ? മയിൽ. മയിൽ. എനിക്ക് പക്ഷികളെ ഇഷ്ടമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക്? ബേർഡ്സ്. ഫ്ലൈയിങ് ബേർഡ്സ്, പറക്കുന്ന പക്ഷികൾ. കുരുവി. കുരുവിയെ ഇംഗ്ലീഷിൽ സ്പാരോ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ചെറിയ പക്ഷിയാണ്. നമ്മുടെ വീടുകളെ ചുറ്റിപ്പറ്റി കഴിയുന്ന കുരുവികളുടെ പ്രധാന ഭക്ഷണം അരി, ഗോതമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങളാണ്. ഹമ്മിങ് ബേർഡ്. ഇതൊരു ഹമ്മിങ് ബേർഡാണ്. ഇതിന്റെ കൂർത്ത നീണ്ട കൊക്കുകൊണ്ട് പൂക്കളിൽ നിന്നും തേൻ വലിച്ചെടുത്ത് കുടിക്കാനാകും. മൈന. ഇതൊരു മൈനയാണ്. നമ്മുടെ വീടുകളെ ചുറ്റിപ്പറ്റിയാണ് ഇവ ജീവിക്കുന്നത്. ചെറിയ പല്ലികളും പ്രാണികളുമൊക്കെയാണ് ഇതിന്റെ ഭക്ഷണം. കുക്കു. കുക്കു ഒരു ജാതി കുയിൽ തന്നെയാണ്. വേനൽക്കാലത്താണ് കുക്കുവിനെ കാണാൻ കഴിയുക. മറ്റു പക്ഷികളുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. മയിൽ. ഇതൊരു മയിലാണ്. മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്. ഇതൊരു ഭംഗിയുള്ള പക്ഷിയാണ്. മഴക്കാലത്ത് മയിലുകളുടെ നൃത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തത്ത. ഇതൊരു തത്തയാണ്. തത്തമ്മകൾ പൊതുവെ പച്ച നിറത്തിലുള്ളവയാണ്. മറ്റു നിറത്തിലുള്ള തത്തകളും ഉണ്ട്. പരിശീലനം കൊടുത്താൽ തത്ത നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. കൊറ്റി. ഇതൊരു കൊറ്റിയാണ്. കുളങ്ങളിലുള്ള മീനുകളും ചെറിയ ജലജീവികളുമൊക്കെയാണ് കൊറ്റിയുടെ ഭക്ഷണം. കൊറ്റികൾ പ്രാണികളെയും ചെടികളിലുള്ള കുരുക്കളും തിന്നാറുണ്ട്. കൊറ്റി മീൻ വരുന്നതും കാത്തുകൊണ്ട് കുറെ നേരം വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കും. ഹെറോൺ. ഇതൊരു ഹെറോൺ കൊക്കാണ്. ഇത് നദികളിലും കുളങ്ങളിലുമുള്ള മീനുകളെ പിടിച്ച് തിന്നും. ഹെറോൺ തവള, ഒച്ച, പാമ്പ് എന്നീ ജീവികളെയും പിടിച്ചു തിന്നാറുണ്ട്. ഇതിന് നീണ്ടു കോർത്ത കൊക്കുണ്ട്. മരം കൊത്തി. ഇതൊരു മരം കൊത്തിയാണ്. ഇത് മരങ്ങളിൽ തുളയുണ്ടാക്കി അതിനകത്തെ പ്രാണികളെ പിടിച്ചു തിന്നും. മരത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഉറുമ്പുകളെയും പിടിച്ചു തിന്നും. ഹോൺബിൽ. ഇതൊരു ഹോൺബില്ലാണ്. മരങ്ങളിൽ കാണുന്ന പഴങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന വലിയ പക്ഷികളാണിവ. ഇവ കാട്ടിലാണ് ജീവിക്കുന്നത്. പരുന്ത്. ഇതൊരു പരുന്താണ്. പ്രാവ് പോലെയുള്ള ചെറിയ പക്ഷികളെ വേട്ടയാടി പിടിക്കാൻ നല്ല സാമർഥ്യമുള്ളവയാണ് പരുന്തുകൾ. കഴുകൻ. ഇതൊരു കഴുകനാണ്. ചത്ത മൃഗങ്ങളാണ് കഴുകന്റെ ഭക്ഷണം. കൂമൻ അഥവാ മൂങ്ങ. ഇത് ഒരു കൂമൻ അഥവാ മൂങ്ങയാണ്. ഇവ രാത്രി സമയത്താണ് സജീവമായിരിക്കുന്നത്. ഇവ ചുണ്ടലി പോലുള്ള കരണ്ട് തിന്നുന്ന ജീവികളെയാണ് പിടിച്ചു തിന്നുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പാവം പക്ഷിയെ കണ്ടാൽ അതിനെ ഉപദ്രവിക്കരുതേ. താറാവ്. ഇതൊരു താറാവാണ്. തടാകങ്ങളിൽ കഴിയുന്ന താറാവുകളുടെ പ്രധാന ഭക്ഷണം തവളകളും അതുപോലെയുള്ള മറ്റു ചെറുജീവികളുമാണ്. ഇത് ക്വാക്ക് ക്വാക്ക് എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പെലിക്കൺ അഥവാ ഞാറപ്പക്ഷി. ഇതൊരു ഞാറപ്പക്ഷിയാണ്. തടാകങ്ങളിൽ ജീവിക്കുന്ന ഞാറപ്പക്ഷികളുടെ പ്രധാന ഭക്ഷണം മീൻ തന്നെയാണ്. ഇതിന്റെ നീണ്ട കൊക്കിനടിയിൽ ഒരു സഞ്ചിയുണ്ട്. സ്വാലോ അഥവാ മീവൽ പക്ഷി. ഇതൊരു മീവൽ പക്ഷിയാണ്. ഇത് സദാനേരവും പറന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. പറക്കുന്ന സമയത്ത് വഴിയിൽ കാണുന്ന പ്രാണികളെ പിടിച്ചു തിന്നുകയാണ് പതിവ്. അതർ സീ ക്രീച്ചേഴ്സ്, മറ്റ് കടൽ ജീവികൾ. ചെമ്മീൻ. ഇത് ഒരു ചെമ്മീനാണ്. ഇത് മൃതമായതും ചീഞ്ഞളിഞ്ഞതുമായ വസ്തുക്കളെയാണ് ഭക്ഷിക്കുന്നത്. ഇത് കടലിലും നദികളിലെ ശുദ്ധജലത്തിലും ജീവിക്കുന്ന ജാതിയാണ്. കടൽ ഞണ്ട്. ഇതാണ് കടൽ ഞണ്ട്. ഇത് ചെമ്മീനിനേക്കാൾ വലിയതാണ്. ഇതും ഒരു കടൽ ജീവിയാണ്. ഞണ്ട്. കടൽ തട്ടിൽ ധാരാളം ജാതി ഞണ്ടുകളുണ്ട്. അവ എല്ലായ്പ്പോഴും ഭക്ഷണം അന്വേഷിച്ച് ഓടി നടക്കുന്നത് കാണാം. പലപ്പോഴും ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന ഞണ്ടുകളെ മറ്റ് കടൽ ജീവികൾ പിടിച്ചു തിന്നാറാണ് പതിവ്. നീരാളി.
ഇത് ഒരു നീരാളി അഥവാ ഓക്ടോപ്പസ് ആണ്. ഇതിന് 8 കൈകളുണ്ട്. ഈ കൈകൾ കൊണ്ടാണ് നീരാളി ഇര പിടിക്കുന്നത്. വലിയ കണവമീൻ. ഇത് ഒരു വലിയ കണവമീനാണ്. ഇത് കടലിന്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നത്. വലിയ കണവമീനിനെ സ്പേം വെയിൽ എന്ന തിമിംഗലങ്ങൾ ആക്രമിക്കാറുണ്ട്. വലിയ കണവമീനിന്റെ കണ്ണുകളാണ് ലോകത്തിലെ ജീവജാലങ്ങളിലേക്കും വെച്ച് ഏറ്റവും വലിയ കണ്ണുകൾ. ചിപ്പി. ഇത് ഒരു ചിപ്പിയാണ്. ചിപ്പികൾ ചെറിയ ജീവജാലങ്ങളാണ്. അവയുടെ പുറത്ത് ഒരു ജോഡി കവചങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കക്ക എന്ന് വിളിക്കുന്ന കവചങ്ങൾ തുറന്നിരിക്കും. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അവ കവചങ്ങളെ വലിച്ചടയ്ക്കും. നക്ഷത്ര മത്സ്യം. ഇത് ഒരു നക്ഷത്ര മത്സ്യമാണ്. ഇത് 5 മൂലകളുള്ള നക്ഷത്രങ്ങളെ പോലുള്ള നട്ടെല്ലുള്ള സമുദ്രജീവിയാണ്. ഈ കൈകൾ കൊണ്ടാണ് അവ ചിപ്പിയുടെ കവചങ്ങൾ തുറക്കുന്നത്. എന്നിട്ട് ചിപ്പിയുടെ അകത്തുള്ള ജീവിയെ പിടിച്ചു തിന്നുകയും ചെയ്യും. ജെല്ലി മീൻ. ഇത് ഒരു ജെല്ലി മീനാണ്. ഇത് കടലിലാണ് ജീവിക്കുന്നത്. ഇതിന് കുടയുടെ ആകൃതിയാണുള്ളത്. ഇതിന്റെ ശരീരം ജെല്ലി കുഴമ്പ് പോലെയാണുള്ളത്. ഇതിന് വിഷക്കൊമ്പുകളുമുണ്ട്. അതിനാൽ ജെല്ലി ഫിഷിനെ തൊടാൻ പാടില്ല. കടൽക്കരയിൽ ജെല്ലി ഫിഷിനെ കണ്ടാൽ ശ്രദ്ധാപൂർവം ഇരിക്കണം. പവിഴം. ഇതാണ് പവിഴം. ഇതിനെ കണ്ടാൽ കടലിലെ ചെടികൾ പോലെ ഇരിക്കും. പക്ഷേ അവ കൂട്ടമായി ജീവിക്കുന്ന ചെറുജീവികളാണ്. ജെല്ലി ഫിഷിനെ പോലെ തന്നെ ഇവയ്ക്കും വിഷക്കൊമ്പുകളുണ്ട്. അതിനാൽ പവിഴപ്പുറ്റുകളെ കണ്ടാൽ തൊട്ടുനോക്കാൻ പാടില്ല. കടൽ വികൃതികൾ. ഇതാണ് കടൽ വികൃതികൾ. ഇത് നക്ഷത്ര മത്സ്യവുമായി ബന്ധപ്പെട്ട ജീവിയാണ്. ഇതിന്റെ ശരീരാകൃതി കണ്ടാൽ ഒരു ബോംബ് പോലെ ഉണ്ടായിരിക്കും.